സംസ്ഥാനത്ത് വീണ്ടും സൂര്യാഘാതമേറ്റ് മരണം. കോഴിക്കോട് യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചത് സൂര്യാഘാതത്തെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം കടുത്ത ചൂടിന് ആശ്വാസം പകർന്ന് സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാവുകയാണ്. 4 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടുണ്ട്. തിരുവനന്തപുരത്തെ മലയോര മേഖലയിലും ഇടുക്കിയിലും ശക്തമായ മഴ ലഭിച്ചു. മലപ്പുറം കരിപ്പൂർ പുളിയമ്പറമ്പ് സ്വദേശി സൈനുലാബിദാണ് കോഴിക്കോട് കുഴഞ്ഞു വീണ് മരിച്ചത്. രാവിലെ കുഴഞ്ഞു വീണ സൈനുലാബിദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സൂര്യാഘാതമാണ് മരണകാരണം. വടക്കൻ ജില്ലകളിൽ കടുത്ത ചൂട് തുടരുകയാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ 8 വയസ്സുകാരനും കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർക്കും കണ്ണൂരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകനും സൂര്യാതപമേറ്റു. അതേസമയം കടുത്ത ചൂടിന് ആശ്വാസം പകർന്ന് സംസ്ഥാനത്ത് വേനൽമഴ സജീവമാകുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. മെയ് 2 വരെ ശക്തമായ വേനൽമഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. മലയോര മേഖലകളിൽ മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം അരുവിക്കരയിൽ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. തൊടുപുഴയിൽ കനത്ത കാറ്റിൽ മരം വീണ് വീട് തകർന്നു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ മഴയിലും കാറ്റിലും നാശനഷ്ടമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.